ആർട്ട് ഓഫ് ഫോർഗിവിംഗ്. എല്ലാ കർമ്മങ്ങളും ഉറവെടുക്കുന്നത് ബ്രഹ്മം എന്നറിയപ്പെടുന്ന ദിവ്യമായ ബോധരൂപത്തിലാണ്. അവ ഓരോ വ്യത്യസ്ത വ്യക്തികൾ ചെയ്യുന്നതാണ് എന്ന മിഥ്യാബോധത്തെയാണ് മായ എന്ന് വിളിക്കുന്നത്. എല്ലാ പ്രവൃത്തികളുടെയും കർത്താവ് ഒരാളാണ് എന്ന തിരിച്ചറിവാണ് ജ്ഞാനം. ഈ ജ്ഞാനത്തിലേക്കുള്ള ആദ്യത്തെ ചുവട് ഈ സൃഷ്ടിപ്രപഞ്ചത്തിൽ നാം വെറും സാക്ഷികൾ മാത്രമാണ് എന്ന് തിരിച്ചറിയുകയാണ്. എല്ലാവരും ദൈവീക ശക്തിയുടെ കയ്യിലെ ഉപകരണങ്ങളാണ് എന്നറിയുന്നതാണ് വിവേകബുദ്ധി. നാം വെറും ഒരു ഉപകരണം മാത്രമാവുമ്പോൾ നല്ല പ്രവൃത്തിയെന്നോ മോശം പ്രവൃത്തിയെന്നോ പ്രശംസയെന്നോ വിമർശനമെന്നോ ഒക്കെയുള്ള പ്രശ്നങ്ങൾ ഉദിക്കുന്നേയില്ല. വിവേകബുദ്ധിയുള്ള ഒരാൾ ചീത്തയായി വല്ലതും ചെയ്യുന്ന മറ്റൊരാളെ വിമർശിക്കാറില്ല, പ്രശംസയിൽ മതിമയങ്ങാറുമില്ല. ക്ഷമിക്കുക എന്നത് വെറുപ്പും വിദ്വേഷവും നിറഞ്ഞ മനസ്സിന് ആശ്വാസം പകരാനുള്ള ലേപനമാണ്. സാധാരണ ഒരാൾ ഒരു ചീത്തക്കാര്യം ചെയ്താൽ അത് ചെയ്തല്ലോ എന്ന കുറ്റബോധമുണ്ടാവും. ക്ഷമ ചോദിക്കുന്നത് ഈ കുറ്റബോധത്തിൽ നിന്ന് വിടുതൽ നൽകും. അതുപോലെ തന്നെ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നത് സ്വന്തം കോപത്തിൽ നിന്നും വെറുപ്പിൽ നിന്നും വിടുതൽ നൽകും. അഷ്ടാവക്രമുനി, പ്രസിദ്ധനായ അഷ്ടാവക്ര ഗീതയുടെ കർത്താവ്, ക്ഷമാശീലത്തെ കണ്ടത് ബന്ധനത്തിൽ നിന്ന് മോചനം നേടാനുള്ള ഉപകരണമായാണ്. കോപവും കുറ്റബോധവും കൂടി ബന്ധനത്തിന് കാരണമാവും. അതുകൊണ്ട് ക്ഷമാശീലത്തെ ഈ വികാരങ്ങളിൽ നിന്ന് മുക്തി നേടാനും ഉപയോഗിക്കുന്നു. അഷ്ടാവക്രൻ ഉപദേശിക്കുന്നു, അന്വേഷകൻ ക്ഷമാശീലമുള്ളവനും ഏകാഗ്രചിത്തനും സഹാനുഭൂതിയുള്ളവനും ആയിരിക്കണം. ഒരിക്കൽ ശ്രീബുദ്ധൻ ശിഷ്യരോടൊത്തിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ കോപിച്ച മുഖവുമായി കടന്നിരുന്നു. ബുദ്ധൻ തെറ്റായ എന്തോ ചെയ്യുകയാണ് എന്നായിരുന്നു അയാളുടെ ധാരണ. മനസ്സിന് സ്വസ്ഥത കിട്ടാത്ത ഒരു വ്യാപാരിയായിരുന്നു അത്. സ്വന്തം കുട്ടികൾ കിട്ടുന്ന സമയം മുഴുവൻ ബുദ്ധനോടൊപ്പം കഴിച്ചുകൂട്ടുകയാണ് എന്നയാൾ മനസ്സിലാക്കി. ആ നേരം വ്യാപാരത്തിന് വേണ്ട ജോലികൾ ചെയ്ത് കൂടുതൽ പണമുണ്ടാക്കിക്കൂടെ? എപ്പോഴും കണ്ണുമടച്ചിരിക്കുന്ന ഒരാളുടെ മുന്നിൽ വന്നിരുന്ന് എന്നും 4 മണിക്കൂർ വെറുതെ കളയുന്ന ആ കാര്യം അയാൾക്ക് ആലോചിക്കാനേ പറ്റുന്നില്ല. അതാണ് ആ വ്യാപാരിയെ കുപിതനാക്കിയത്. കടുത്ത കോപത്തോടെ വന്ന അയാൾ നേരെ ബുദ്ധഭഗവാന്റെ മുന്നിൽ ചെന്ന് നിന്ന് അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ തറപ്പിച്ചു നോക്കി. എന്നിട്ട് മുഖത്തേക്ക് ഒരു തുപ്പ്. കോപം മൂലം ഒരു വാക്ക് ഉച്ചരിക്കാൻ പോലും അയാൾക്ക് ക്ഷമയുണ്ടായിരുന്നില്ല. ബുദ്ധൻ ഒന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. കോപത്തിന്റെ ലാഞ്ചന പോലുമില്ലാതെ ചുറ്റുമുള്ള ശിഷ്യന്മാരൊക്കെ കടുത്ത ദേഷ്യത്തോടെ നോക്കുകയാണ്. അവർക്ക് തിരിച്ചു വല്ലതും ചെയ്യണം എന്നുണ്ട്. പക്ഷേ ബുദ്ധന്റെ സാന്നിധ്യത്തിൽ എടുത്തുചാടാൻ പറ്റില്ലല്ലോ. ബുദ്ധഭഗവാൻ അവരുടെ ചുണ്ടുകളെയും മുഷ്ടികളെയും തടഞ്ഞു വെച്ചിരിക്കുകയാണ്. തന്റെ ധിക്കാരപ്രവൃത്തിക്ക് പ്രതിക്രിയയൊന്നും വരുന്നില്ല എന്ന് കണ്ടപ്പോൾ വ്യാപാരി ഒന്നും മിണ്ടാതെ ഇറങ്ങി നടന്നു. അന്ന് രാത്രി മുഴുവൻ അയാൾക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല. അയാൾ ആകെ ഒരു മാറ്റത്തിലൂടെ കടന്നുപോയി. ലോകമാകെ തലകീഴായി മറിഞ്ഞതുപോലെ അയാൾക്ക് തോന്നി. പിറ്റേന്ന് അയാൾ ചെന്ന് ശ്രീബുദ്ധന്റെ പാദങ്ങളിൽ വീണ് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണേ, എന്താണ് ചെയ്യുന്നത് എന്ന് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു. ബുദ്ധൻ മറുപടി നൽകി, എനിക്ക് താങ്കളോട് ക്ഷമിക്കാൻ കഴിയില്ല. ബുദ്ധശിഷ്യരും വ്യാപാരിയുമൊക്കെ സ്തബ്ധരായി നിന്നുപോയി. പിന്നെ ബുദ്ധൻ താൻ അങ്ങനെ പറഞ്ഞതിന്റെ കാരണം വിശദീകരിച്ചു. ഞാനെന്തിനു ക്ഷമിക്കണം? താങ്കൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. വർദ്ധിച്ച ആശ്ചര്യത്തോടെ വ്യാപാരി പറഞ്ഞു, പക്ഷെ ഞാനല്ലേ അങ്ങയുടെ മുഖത്ത് തുപ്പി തെറ്റ് ചെയ്തത്? ബുദ്ധൻ പറഞ്ഞു, ഓ, ആ വ്യക്തി ഇപ്പോൾ ഇവിടെ ഇല്ല. എപ്പോഴെങ്കിലും താങ്കൾ മുഖത്ത് തുപ്പിയ ആളെ കാണാനിടയായാൽ താങ്കളോട് ക്ഷമിക്കണമെന്ന് ഞാൻ പറയാം. ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ വ്യക്തിയോട് താങ്കൾ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇതാണ് യഥാർത്ഥമായ അനുഭാവം. ക്ഷമ നൽകപ്പെട്ട ഒരാൾക്ക് താൻ ചെയ്ത തെറ്റിനെക്കുറിച്ചുള്ള കുറ്റബോധം പോലും പിന്നെ തോന്നരുത്. ആ വിധത്തിലായിരിക്കണം നിങ്ങളുടെ ക്ഷമാശീലം. മറ്റൊരാളോട് ക്ഷമിക്കാൻ നാം കഷ്ടപ്പെടാറുണ്ട്. കാരണം അറിയാമോ? ഞാൻ ക്ഷമിച്ചു എന്ന് പറയുമ്പോൾ അവർ തെറ്റുകാരാണ് എന്ന്
നിങ്ങൾ കരുതുകയാണ്. ഒരാൾ തെറ്റുകാരനാണ് എന്ന് തോന്നലുള്ളപ്പോൾ അയാളോട് ക്ഷമിക്കുക പ്രയാസമാണ്. എന്നാൽ വിശാലമായ കാഴ്ചപ്പാടുണ്ടെങ്കിൽ ആ തെറ്റുകാരനും ഒരു ഇര മാത്രമാണ് എന്ന് കാണാൻ കഴിയും. സ്വന്തം മനസ്സിന്റെയും അജ്ഞതയുടെയും ബോധരാഹിത്യത്തിന്റെയും ഒക്കെ ഇര. അപ്പോൾ നിങ്ങൾക്കുള്ളിൽ നിന്ന് അനുഭാവം ഉയർന്നു വരും. എന്നാൽ അയാളുകൾക്ക് അനുഭാവം മനസ്സിലാക്കാൻ കഴിയാതെ വരുമ്പോൾ അവരോട് ക്ഷമാശീലത്തിന്റെ ഭാഷയിൽ സംസാരിക്കേണ്ടി വരും. അരുതാത്ത വല്ലതും സംഭവിക്കുമ്പോഴെല്ലാം നിങ്ങളുടെ മനോഭാവം ക്ഷമിക്കാനുള്ളതാവണം. ക്ഷമാശീലം വികാരത്തള്ളിച്ചയെ നിയന്ത്രിച്ചു നിർത്തുന്നു, അവബോധം ശക്തമാക്കുന്നു. ഇത് ഉചിതമായ പ്രവൃത്തിക്ക് കാരണമാകുന്നു. ക്ഷമാശീലമാണ് ഏറ്റവും നല്ല ചികിത്സ. കോപത്തെയും വെറുപ്പിനെയും സുചിന്തിതമായ പ്രവൃത്തിയായി മാറ്റിയെടുക്കാനുള്ള മാന്ത്രിക ശക്തി അതിനുണ്ട്. ക്ഷമിക്കുന്ന ആൾക്കാണ് ക്ഷമാശീലം കൂടുതൽ പ്രയോജനം ചെയ്യുന്നത്. ക്ഷമിക്കപ്പെട്ട ആളെക്കാൾ ക്ഷമിക്കാൻ തെറ്റു ചെയ്ത ആളെ അറിയണമെന്ന് തന്നെയില്ല. അജ്ഞതയുടെയും മറ്റും ഇരകളായവർ ധാരാളമുണ്ടല്ലോ. തെറ്റ് ചെയ്യുന്ന ഓരോ ആളും ഉള്ളിലൊരു ഇരയാണ്. ഈ സത്യം മനസ്സിലാക്കാൻ സാധിച്ചാൽ ക്ഷമിക്കാനേ നിങ്ങൾക്ക് കഴിയൂ. രാഷ്ട്രീയത്തെ ഭയക്കേണ്ട. സ്വന്തം മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാൻ രാഷ്ട്രീയത്തെ അനുവദിക്കരുത്. രാഷ്ട്രീയത്തെ ഭയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആത്മീയ മേഖലയിൽ വിജയം നേടാനാവില്ല. രാഷ്ട്രീയത്തിന്റെ തടസ്സത്തെ മറികടക്കുകയാണ് വേണ്ടത്. അത് നിങ്ങളുടെ ശക്തിക്കും സമർപ്പണ ബോധത്തിനും ഏകാഗ്രതയ്ക്കുമുള്ള പരീക്ഷയാണ്. രാഷ്ട്രീയത്തെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റില്ല. എന്നാൽ രാഷ്ട്രീയത്തെ മനസ്സിൽ കൊണ്ടു നടക്കണോ അതോ കൈവിടണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. 12 അപ്പോസ്തലന്മാരിലും ഉണ്ടായിരുന്നു രാഷ്ട്രീയം. ബുദ്ധനിലും അദ്ദേഹത്തിന്റെ അനുയായികളിലും ഉണ്ടായിരുന്നു രാഷ്ട്രീയം. കൃഷ്ണനാവട്ടെ രാഷ്ട്രീയത്തിൽ മുഴുകിയ ആളാണ്. എന്നിട്ടാണോ നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ വയ്യ എന്ന് പറയുന്നത്? എത്രമാത്രം വേണ്ട എന്ന് വയ്ക്കുന്നുവോ അത്രമാത്രം അതിനെ നിങ്ങൾ ബോധമണ്ഡലത്തിൽ കൊണ്ടു നടക്കും. ഒപ്പമുള്ള കൂട്ടത്തിൽ രാഷ്ട്രീയവുമുണ്ട് എന്ന് കണ്ടാൽ മനസ്സ് ഏകാഗ്രമാക്കി തന്നിലേക്ക് ഒതുങ്ങുന്നത് നിങ്ങൾക്ക് അനുഗ്രഹമാകും. അത് ഒരു കൂട്ടത്തെ കുറ്റപ്പെടുത്താതെ തന്നെ, ആളുകളിൽ നിന്ന് ഒളിച്ചോടാതെ തന്നെ, പരാജയം സമ്മതിക്കാതെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുന്നത് കർമ്മം ചെയ്യുമ്പോൾ തന്നെ നിർമ്മലനായിരിക്കാനുള്ള നിങ്ങളുടെ കഴിവ് വർദ്ധിപ്പിക്കും. രാഷ്ട്രീയത്തിൽ ഉൾപ്പെടുന്നവരിൽ പല ഗുണങ്ങളുമുണ്ട്. ജനങ്ങൾക്കിടയിലുള്ള വൈദഗ്ധ്യം അല്ലെങ്കിൽ വൈവിധ്യം രാഷ്ട്രീയം എടുത്തുകാട്ടും. അത് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളെയും സമീപനങ്ങളെയും പ്രവണതകളെയും നിങ്ങൾക്ക് നേരെ നിർത്തും. അത് ആശയവിനിമയം നടത്താനും പ്രവർത്തിക്കാനുമുള്ള നിങ്ങളുടെ ശേഷി വർദ്ധിപ്പിക്കും. ഏകാഗ്രത മനസ്സും നിർമ്മമതയും കൈവരുത്തും. നിങ്ങളെ ആകെയൊന്ന് പിടിച്ചു കുലുക്കി അറിവിനു നേരെ തന്റെ ഇടത്തോടെ നിർത്തും. സ്വീകാര്യവും സഹിഷ്ണുതയും വർദ്ധിപ്പിക്കും. ആകപ്പാടെ ജീവിതം ഒരു ക്രീഡ മാത്രമാണ് എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് നൽകും. രാഷ്ട്രീയത്തിന്റെ അതിര് മറികടന്ന് ദൈവീകതയിലേക്ക് വരൂ. കരുത്തുള്ളവർ രാഷ്ട്രീയത്തിലൂടെ പുഞ്ചിരിക്കും, ദുർബലരാകട്ടെ വിലപിക്കും.